അപ്പോൾ ഓക്കെ പോന്നാ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണി ഇപ്പോൾ രാവിലെ വെളുപ്പാങ്കാലം 4:45 മണിയായി. ഈ സമയത്ത് എവിടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പയുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തി കല്യാണമാണ്. അതായത് 60-ാം കല്യാണം എന്ന് പറയും. തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് തമിഴ്നാട്ടിൽ. ഇന്നത്തെ ഹീറോ എന്ന് പറയുന്നത് അപ്പ ആൻഡ് അമ്മ. അപ്പ നല്ല പുതിയ മാപ്പിളായല്ലോ, പുതു ചെറുക്കൻ എന്ന് പറയില്ലേ, കല്യാണ ചെറുക്കൻ എന്ന് പറയുന്നത്, അതാണ് പുതുമാപ്പിള. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് ഇവർ രണ്ടുപേരും ഷോ കാണിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട്. നമ്മളൊക്കെ സൈഡിൽ ഒതുങ്ങി നിൽക്കേണ്ട തന്നെ. ഓക്കെ, അപ്പൊ പോവാലോ. മേക്കപ്പ് അടിപൊളിയല്ലേ? ഒരു 10 വയസ്സ് കുറഞ്ഞില്ലേ? 10 അല്ല, 25 വയസ്സ് കുറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? ഉറങ്ങിയാ രാത്രി? എവിടെ നിന്നല്ലേ? ഉറക്കമില്ല, അത്ര ജോലി ഉണ്ടായിരുന്നു ഫുള്ളായി. സത്യം പറഞ്ഞ് നേരത്തെ 10 മണിക്ക് കിടക്കണമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത്. പക്ഷെ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞ്. പിന്നെ ആ പടം 2 മണിക്കൂർ ഉറങ്ങിയോളും. ഇതാപ്പോൾ എഴിച്ച് 3:30 മണിക്ക് കഴിച്ചിട്ട് പിന്നെ കുളിച്ച് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി. ഇതൊക്കെയാണ് ഡ്രസ്സ്. എൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട്, സൂപ്പർ അല്ലേ? അപ്പോൾ ഇതൊരു കുർത്ത പോലത്തെ ഷർട്ടാണ്. കുർത്ത എന്ന് പറയാൻ പോലെ എന്ത് ചൈനീസ് കോളർ ഷർട്ട് എന്ന് പറയും. വൈഷു ഇറങ്ങിയാ? ഇതാ ഡ്രസ്സ് വൈഷു, ഇതാ വൈഷു ഡ്രസ്സ്. കോവിലിൽ പോയിട്ടാ? ഓക്കെ. ഇവരൊന്നും ഇപ്പം ഇറക്കിയില്ല, കാരണം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഷർത്തലോ വല്ല ആയി പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇവിടെ നിന്ന് സാധാ ഡ്രസ്സ് അവിടെ കോവിലിൽ പോയിട്ട് നമുക്ക് പട്ടുപാടാൻ പറ്റും 2 പേർക്ക്. ഓക്കെ, അതുവരെ നിങ്ങൾ ഛർദ്ദിക്കാതിരിക്കണം. കിച്ചൺ അവിടെ ഇതാ ഉടുപ്പ്, നോട്ട് കുറച്ച് ചുളിക്കൊണ്ട് തേച്ചില്ലേ, ചുളുങ്ങി പോയി. പോകണ്ടേ സമയ്? നീ പറഞ്ഞല്ലേ പെട്ടെന്ന് കുളിച്ചിട്ട് വാ പോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വേണ്ട വയർലെസ് മൈക്ക് ഉണ്ട്. ഇത് ഐഫോണാണ്. ഐഫോൺ 14 Pro Max എടുത്തിട്ടുണ്ട്. വാടകയ്ക്കാണ് എടുത്തത്, സ്വന്തമല്ല. എന്തായാലും നമുക്ക് സ്വന്തമായിട്ട് വാങ്ങിയ വശയില്ല. ലൈറ്റൊക്കെ ഉണ്ടല്ലോ, വളരെ ശരി തന്നെ ഉണ്ടാ. എല്ലാ സെറ്റപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പ്രാവശ്യം. പിന്നെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കുമാരകോവിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് എത്ര കിലോമീറ്റർ? 60 കിലോമീറ്റർ. വേളിമല കുമാരകോവിൽ മുരുകൻ കോവിലാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, 1988 അപ്പയുടെ അമ്മയുടെ കല്യാണം നടന്ന സ്ഥലം എന്ന് പറഞ്ഞത് കുമാരകോവിലാണ്. പക്ഷെ ഇത് ഇവിടെ ഇല്ല, തിരുനെൽവേലിയിലുള്ള സാലി കുമാരകോവിൽ. അപ്പൊ അതും കുമാരകോവിലാണ്, ഇതും കുമാരകോവിലാണ്. സത്യം പറഞ്ഞ അമ്മയ്ക്ക് മുരുകനായിട്ട് നല്ല കണക്ഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് കുമാരകോവിൽ തന്നെ 60ാമത്തെ കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നടന്ന കല്യാണം സാലി കുമാരകോവിൽ, ഇപ്പൊ നടക്കുന്ന 60ാം കല്യാണം എന്ന് പറയുന്നത് ഇവിടെ വേളിമല കുമാരകോവിൽ. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇറങ്ങി റെഡി ആയിപ്പോണ്ട്. ഇനി പെണ്ണുങ്ങൾ അറിയാലോ, 1 മണിക്കൂർ ഇറങ്ങണമെങ്കിൽ അമ്മോ എന്തൊരു മേക്കപ്പ് സാധനങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഓട്ടത്തിലായിരുന്നു ഇതിന്റെ ബാക്കിൽ. രാമേന്ദ്രയിൽ പോയി കഴിഞ്ഞാൽ രാവിലെ പോയാൽ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഇറങ്ങണത്. അയ്യോ, വള വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് സമയം ഇഷ്ടം പോലെ പോയി. തളന്ന് ജോലിക്കൊന്നും ഇപ്പോൾ പോകണില്ല, ലീവാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ തിരക്കിലായിരുന്നു. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റോസാപ്പൂ ഹാരം വാങ്ങിച്ചായിരുന്നു, കുറച്ച് പൈസ ആയിട്ടുണ്ട് ഇതിന്. പിന്നെ വന്നിട്ട് പിച്ചിപ്പൂ, മുല്ലപ്പൂ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് നല്ല പോലെ. വാണി ഇറങ്ങിയാ? സുന്ദരിയായില്ല? കുഴപ്പമില്ല, അടിപൊളി. 1 മണിക്കൂറല്ലേ? ആണല്ലേ? ആ ഷോ കാണിക്കണ്? അച്ചി ഷോ കാണിക്കട്ടെ. അച്ചിക്ക് ഇന്ന് അച്ചി ദിവസമാണ്. ആച്ചിൽ ഇന്ന് പെണ്ണ്, കല്യാണ പെണ്ണ്. ഐശൂട്ടി ഇന്ന് കല്യാണ പെണ്ണിന്റെ കൂട്ടുകാരിയാണ്. നീ അടുത്ത് പോയി മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ജോലി ചെയ്യണം. നീ ജോലിക്കാരി പോലെ ഇന്ന് വർക്ക് ചെയ്യണം. കൺമണി, നീ ഇറങ്ങിയില്ലല്ലോ, മുടി കെട്ടിയില്ല, കൺമഷി വരച്ചില്ല. വരച്ചാ? പെട്ടെന്നാവട്ടെ, സമയം പോയിക്കൊണ്ടിരിക്കണം. അത് വില്ലിയല്ലേ വിജിയുടെ അമ്മ? വേണേറ്റ് അമ്മ ഇപ്പൊ നല്ല മേക്കപ്പ് ചെയ്ത് മുഖത്ത്. അത് കാണുമ്പോ മറ്റേ ഒരു സീരിയലിലെ വില്ലിയെ പോലെ ഇരിക്കണം. എന്റെ അമ്മയെ പറ്റി ഇങ്ങനെ പറയില്ലേ? വാങ്ങേറ്റ് ഭയങ്കര ഷോ അല്ലേ ആ ചിന്ന്? ഭയങ്കര ചുമ്മാ ഷോ കാണിക്കുന്നത്. മേക്കപ്പ് ചെയ്ത് വലിയ ആളാ നിൽക്കുകയാണ്. അവിടെ പോയിട്ടല്ലേ നമുക്ക് ഷോ കാണിക്കാം സൂപ്പറായിട്ട്. റീൽസ് ചെയ്യാം അവിടെ പോയിട്ട്. ഓക്കെ, ഇപ്പൊ പുതുപ്പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട്. അമ്മ ഒരു ചോയ്സ് ഉണ്ട്, വേണമെങ്കിൽ ഇപ്പൊ പയ്യനെ മാറ്റാം. ഇപ്പം പറ അല്ലേ? ഇനി കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് അന്നേ വേറെ കുറെ പയ്യന്മാർ വന്നതാണ്. അവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ പോയാൽ എന്ന് കുറെ ആൾക്കാർ പറയാനുണ്ട്. അമ്മ എങ്ങനെ ഉണ്ടെങ്കിൽ ചോയ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ പയ്യനെ മാറ്റാം ചുമ്മാ. അപ്പോൾ ഓക്കെ, ഈ പയ്യൻ മതിയല്ലോ. ബാലകുമാർ എന്ന പയ്യനെ മതി. ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ബാലകുമാർ എന്ന പയ്യനെ തിരുനെൽവേലി താമസിക്കുന്ന വിജയലക്ഷ്മി എന്ന പെണ്ണിന് ഓക്കെയാണ്. തിരുമണം മുടിക്ക പോറോം. അത് കറക്റ്റ്. അപ്പൊ ഈ 60ാം കല്യാണം പർപ്പസ് എന്താണെന്നുള്ള കാര്യം നമ്മളെ ചേട്ടത്തി പറയാൻ പോയാണ്. ഞാനിങ്ങനെ കേട്ടുള്ള ഒരു അറിവാണ്. സംഭവം വേറൊന്നുമില്ല. ഈ 60 വയസ്സ് പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു
അടുത്തൊരു ജന്മം എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അത് മാത്രമല്ല അവരുടെ മക്കളും അതുപോലെ തന്നെ അവരുടെ പേരമക്കളൊന്നും അവരുടെ കല്യാണം കണ്ടിട്ടുണ്ടാവില്ല. അപ്പം അതെ, അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കല്യാണം കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം, അതൊന്ന് റിക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ഫങ്ഷൻ എന്നാണ് ഞാൻ കുറച്ച് എൻ്റെ അമ്മൂമ്മയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഒരു ആഘോഷമാണത്. അതായത് എല്ലാം കഴിഞ്ഞ് 60 വയസ്സ് വരെ ഒന്നിച്ച് എന്ത് ഇടി ആടി കിടന്നാലും പിരിയാതെ അതെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് ഒരു 60 അതെ ഇത്രയും വർഷം കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിന്റെ ഒരു ആഘോഷമായിട്ട് കൂടെ അത് നമുക്ക് കൺസിഡർ ചെയ്യാം. സത്യം പറഞ്ഞാൽ എല്ലാവരും വിളിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിലെ കൂടെ എല്ലാവരും ഞാൻ വിളിക്കുകയാണ്. എല്ലാവരും കൂടെ വന്ന് എനിക്ക് എൻ്റെ മൂത്തവരാണെങ്കിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇളയവരാണെങ്കിൽ ഞാൻ അനുഗ്രഹിക്കാം. നിങ്ങൾ എല്ലാവരും നല്ലതായിട്ട് അപ്പൊ അടുത്തെന്റെ ഭാര്യയായ വാണിക്ക് 4 കാര്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞ കൂടെ ചേർന്ന് പറയല്ലേ? നീ പറ. സന്തോഷം. ഓക്കെ, അപ്പൊ ഉറങ്ങി രാത്രി ഉറക്കം ഇല്ലാത്തതുകൊണ്ടുള്ള ടയേർഡുണ്ട്, നല്ല രീതിയിൽ ടയേർഡാണ്. പിന്നെ ഫങ്ഷൻ അല്ലേ, നമ്മളെ വീട്ടിൽ നമ്മൾ നടത്തുന്ന ഒരു ഫങ്ഷൻ, അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം. ഈ 2 പിള്ളേർ ഛർദ്ദിക്കാതെ കൊണ്ടുപോയിട്ട് വരണം. വൈഷുവിന് നല്ല പേടിയുണ്ട്. കാപ്പി നമ്മള് പുറത്തുനിന്നാണ് കുടിക്കാൻ, കാപ്പി കൊണ്ടുപോകണില്ല, പുറത്തുനിന്ന് കാപ്പി കുടിക്കാൻ തീരുമാനിച്ചു. എല്ലാം കൂടെ നടക്കൂല, ജോലി ഒരുപാടായി പോയി. ഫുഡ് എല്ലാം പുറത്തുനിന്ന് തന്നെയാണ്, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഓക്കെ, പോന്ന എല്ലാം ഇറങ്ങിയല്ലോ അല്ലേ? ഓക്കെ, എല്ലാം ബാഗെല്ലാം ബാക്കി വെച്ചല്ലോ. വണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നു നേരത്തെ കുറച്ച് മുമ്പായിട്ട്, പക്ഷേ ഇവിടെ വേറെ വണ്ടി വന്നപ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തി. കുഴപ്പമില്ല. കിച്ചു കമോൺ വേൽ, ആര് പറയും? ഗില്ലി സിനിമയിൽ വിജയരച്ചൻ പറയൂലേ, ഇതാണ് നമ്മുടെ ടെമ്പോ ട്രാവലർ. കൽപ്പാളയം ഇവിടെ കരമ കൽപ്പാളയം പറയില്ലേ? ഇറാനി ഹോട്ടൽ ഓപ്പോസിറ്റ് അറിഞ്ഞല്ലേ? പോകുന്ന വഴിക്ക് എത്ര പിക്കപ്പ് ഉണ്ട് മൊത്തം? ഒന്ന് വാണിയുടെ അപ്പ അമ്മയുണ്ട് പോകുന്ന വഴിക്ക് പിക്കപ്പ് ചെയ്യണം. പിന്നെ അപ്പയുടെ അണ്ണൻ പെരിയപ്പ, അത് പിന്നെ മൂടല്ലേ? എന്തോ ചെറിയണ സംഭവം. സാധാരണ വയസ്സ് വന്നിട്ട് കുറച്ചു ദൂരം പോകുമ്പോൾ ഛർദ്ദിക്കോളും. ഇത് വണ്ടി കയറി ഇരുന്നില്ല, അതിന് മുമ്പ് ഒരുമാതിരി വരണം. നമ്മളതിനെ കരമനെത്തി, കരമനെത്തി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അങ്ങനെ വാണിയുടെ അപ്പ അമ്മയും വണ്ടി കയറിയിട്ടുണ്ട്. ഹായ് പറ. ഓക്കെ, ഇനി പോകുന്ന വഴിക്ക് പെരിയപ്പ മാത്രമേ ഉള്ളൂ. വെടിവെച്ചാങ്കോൽ ജംഗ്ഷനിൽ നിർത്തും. ഇറങ്ങിയാ ഓക്കെ, വണ്ടി കയറി. എല്ലാവരും വന്നല്ലോ അല്ലേ? അപ്പം 2 വന്ന് പെരിയപ്പ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തു ഇവിടെ വെടിവെച്ചാങ്കോലിൽ. ഞാൻ അവിടെ കേട്ടാ ഫ്രണ്ടിൽ. അപ്പം ഓക്കെ, അപ്പോൾ പുറപ്പെടുന്ന. അപ്പോൾ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, മാമൻ ചേട്ടൻ വിളിക്കണം, മാമൻ വിളിക്കല്ലേ. അപ്പോൾ പുള്ളിയുടെ പേര് മഹേഷാണ്. സൂപ്പർ ഡ്രൈവറാണ്. ഇന്നലെ രാത്രി 12 മണി ഓട്ടം കഴിഞ്ഞ് ഇപ്പോൾ 4 മണിക്ക്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്, കാരണം സാർ 5:30 മണിക്ക് വന്നാൽ മതിയായിരുന്നു. നമ്മൾ 4:30 മണിക്ക് വരാൻ പറഞ്ഞ് വെറുതെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലേ വണ്ടി ഓഫായ. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. പെരിയപ്പാ ഓക്കെ തന്നെ? ഒരു ഹായ് ചൊല്ല്, ഒരു ഹായ് ചൊല്ല്. ഹായ് എന്ന് പ്രണവം പ്രഥമനാദം പ്രതിരൂപം. ഓക്കെ, നമ്മൾ കളിയേക്കാവുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളവിടെ എല്ലാ ടെമ്പോ ട്രാവൽ ആരൊക്കെ പോകണമെന്നുള്ള പേര് ലിസ്റ്റ് കാര്യങ്ങൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഏൽപ്പിക്കണം. ഏൽപ്പിച്ച് പെർമിറ്റ് എടുത്താൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ അല്ലല്ലേ? അത്രേ ഉള്ളൂ. പണ്ടൊക്കെ സമയം എടുക്കൂല്ലേ? ഒരുപാട് ക്യൂ ആണല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല അല്ലേ? ചെക്ക് പോസ്റ്റിൽ ഇല്ല, എല്ലാം ഓൺലൈൻ വഴി ആയതുകൊണ്ടായിട്ടില്ല. ഒരു മെയിൻ കാര്യം, രാവിലെ ഇറങ്ങിക്കൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഇല്ല, പെട്ടെന്ന് സ്പീഡിൽ പോകാൻ പറ്റുന്നു. പിന്നെ ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളതാണ്, വിശപ്പ്. ചെറിയ തലവേദനയൊക്കെ വന്ന് തുടങ്ങും എല്ലാവർക്കും. ബാക്കിൽ വയസ്സ് ഛർദ്ദിച്ച്, ഇവിടെ കമ്പനി ഛർദ്ദിച്ചിട്ടുണ്ട് ലൈറ്റായിട്ട്. കയ്യിൽ കവറുകൊണ്ട് കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി നാറിയാണ്. അങ്ങനെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ സമയമായിട്ടുണ്ട്. 2000 അടിച്ചേക്കാം. എത്ര ഉണ്ട് മൈലേജ് വണ്ടിക്ക്? 10 കേട്ടോ അല്ലേ? കുഴപ്പമില്ല, 10 ഉണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോഴത്തെ പുതിയ മോഡൽ കാറിനെ 15 ഉള്ളൂ. ഇത്രയും പേര് കൊണ്ടുപോകണം ടെമ്പോ ട്രാവൽ 10 ഉണ്ടെങ്കിൽ വലിയ കാര്യം.
നല്ല മഞ്ഞ് കേട്ടോ പുറത്ത്, നല്ല മഞ്ഞുണ്ട്. സംഭവം കേരളത്തിനെക്കാളും മഞ്ഞ് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആവാറായി, ഇപ്പോഴും മഞ്ഞിന് കുറവില്ല, നല്ല മഞ്ഞ്. ഓക്കെ, അങ്ങനെ കാപ്പി പിടിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മളിപ്പോൾ കറക്റ്റ് കുമാരകോവിൽ കഴിഞ്ഞല്ലേ, ആർച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഉടുപ്പി ഹോട്ടലിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് കാപ്പി പിടിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, 7 മണിയാവാറായി, കറക്റ്റ് സമയം തന്നെ. കൊള്ളാം, എന്തായാലും പിള്ളേർ കുഴപ്പമില്ലല്ലേ, എല്ലാം ഉറങ്ങിയല്ലോ. ചെറിയ ട്രിപ്പായിട്ട് കൊള്ളാം. അന്ന് നമ്മൾ കൊടക്കാനിൽ പോയപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരേ ഛർദ്ദില്ല. ഇവിടെ നിന്ന് കൊടക്കാനോ ഛർദ്ദിച്ച് എങ്ങനെ പോയിട്ട് വന്ന് ഇറങ്ങാല്ലേ. ഓക്കെ, പോകണോ? എല്ലാം ഇറങ്ങിക്ക് വരുന്നതായിട്ട് പയ്യെ ഇറങ്ങണം. കല്യാണ പെണ്ണ് ഇറങ്ങി വാ, എല്ലാം ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി വെളി ഇറങ്ങിയാൽ മതി. ഛർദിക്കാൻ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ചുമ്മാ എടുക്കണ്ട, എഫർട്ട് എടുക്കണ്ട. എല്ലാവരും ഇറങ്ങിയാ അടയ്ക്കട്ടാ. കാപ്പിടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെയിറ്റിംഗിലാണ്. ഇതാ വേറെ ഒന്നുമില്ല, ഐഷു ഡ്രസ്സ് ചെയ്യാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് അത് കയറാമെന്ന് പറഞ്ഞു. ഓക്കെ, സൂപ്പറായി, സുന്ദരിയായി, അടിപൊളി. അതാര് കൺമണി സൂപ്പർ അല്ലേ, അടിപൊളിയായി. രണ്ടുപേരും ഭയങ്കര ക്യൂട്ടാക്കി കേട്ടാ. ഐഷു സാരി, അവൾക്ക് പട്ടുപാവടയാ. ഇത് രണ്ട് സെയിം ആണ്, പക്ഷേ ഈ ഷോൾ ഇട്ടില്ലേ അവള്, ആ ഷോളിന്റെ സാരി പോലേക്ക്. എന്ത് വിഷമിച്ചിരിക്കണേ ഐഷൂട്ടി? ഛർദിക്കുന്നത് പാടിയാ? ആ ഛർദിക്കാന്നല്ല, ധൈര്യമായിട്ട് അടുത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. നമുക്ക് അകത്ത് പോയിട്ട് എന്താണെന്ന് നോക്കാം. വാ, പട്ടി ആളെ കമ്പനിയായല്ലേ. ഒരു ഉഗ്ര പ്ലാൻ ഉണ്ട്, സർപ്രൈസ് ആണ്. ഇപ്പൊ റിവീൽ ചെയ്യാൻ പോവാണ്. ഈ കുമാരകോവിൽ കഴിഞ്ഞിട്ട് നമ്മൾ പോകണം. എവിടെ അറിയാമോ? ഗോവ. ഇപ്പൊ പോണ്, സീരിയസ് ആയിട്ട്, കള്ളം പറഞ്ഞല്ല. അയ്യേ, ഈ ടെമ്പോ ട്രാവലിൽ നമ്മൾ പോകണില്ല ഗോവയ്ക്ക്. പറഞ്ഞവർക്ക് വരാം, വീട്ടിൽ പോണവർക്ക് പോവാം അല്ലേ. നീ വീട്ടിൽ പോണ പറഞ്ഞാ ലീവ് എടുക്കോ? ഇന്ന് ഒരു ദിവസം ലീവിനെ എന്ത് പാടുന്ന പറയാം. ഒരാഴ്ച ലീവ് ജോലി ചെയ്താൽ വേണ്ട നോക്കി. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? പുള്ളി വാച്ച്മാനാണല്ലേ ഇവിടുത്തെ. വണ്ടികളൊക്കെ നോക്കി പറയും, സൈഡ് പോലെ സൈഡും കാര്യങ്ങളൊക്കെ. ഇയാളൊരു കുഴപ്പമില്ല അല്ലേ, അയാളാണ് കളിപ്പ്. ഒരു കാലം വയ്യെങ്കിലും ആളത്ത് കളിപ്പാണ്. ആ ശരി ശരി, സംഭവം വേറൊന്നുമില്ല. ഈ പട്ടിയുടെ കാലൊടിയാൻ കാരണം ഒരു കാറായിരിക്കും. അപ്പൊ ഒരു കാർ കാണുമ്പോഴൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര വയലന്റ് ആണ് അല്ലേ. ഓക്കെ, എല്ലാവരും കയറിയോ അല്ലേ? എല്ലാം ഉണ്ടല്ലോ, ശശി, രമണൻ, ഗോപാലൻ എല്ലാം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി വന്നേട്ടാ. കൊള്ളാം, ബാക്കി ഇരിക്കാം, സുഖമുണ്ടല്ലേ, ചായ ഇരിക്കാലോ. വാണി ഇവിടെ ഉണ്ടാ? ഓക്കെ ഓക്കെ. ஓகே, நம்ம அப்படி குமாரகோவில் வந்தாச்சு. ஓகே, வெப்பராளப்படாத சமாதானத்தில் ഓരോ കാര്യം ചെയ്യണം കേട്ടല്ലോ, ഒന്നും മിസ്സാകാൻ പാടില്ല. ഇറങ്ങിട്ട് അവിടെ പടി വയ്ക്കാം. ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ, ഞങ്ങളോട്ട് പോവാം. ആ പറഞ്ഞാ പറഞ്ഞില്ലേ വണ്ടി. ശരി, അപ്പോൾ അവിടെ ഉണ്ടായി. കറക്റ്റ് 9 മണിയായിട്ടുണ്ട്, സമയം കറക്റ്റ്. പിന്നെ ടോക്കൺ എടുക്കണം, നേരെ പോയിട്ട് 1 പൂർത്തികൾ ടോക്കൺ എടുക്കണം.
പോയാൽ മതി നോക്കുന്നുണ്ടോ? ലൈഫ് അടിച്ചു പൊളിക്കുക ഗൗരി ഗൗരി നമ്മളെ ഉന്നയിപ്പിച്ച് ഗ്യാങ് തന്നെ വേറെ വിഷയമൊന്നുമില്ല. ഗോവിലാണ്ട് കുറച്ച് നമ്മൾ അധികം സംസാരിക്കുന്നത് അല്ലേ? ചേട്ടാ അടിപൊളിയാണ്, നൈസാണ്, കീപ് സപ്പോർട്ട്. ഉണ്ടല്ലോ കേട്ടല്ലോ. ശരി, ഓക്കെ, കാണാനോ? ഓക്കെ, ഓക്കെ, ശരി. അമ്മയുടെ അമ്മയുടെ അമ്മ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? മഞ്ഞടുത്തോടാ കഴിഞ്ഞല്ലോ. കുറെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇത് നമ്മൾ മണിത്താത്തയാണ്. താത്ത ഏതാ ചൊല്ലുക? ഇതിന്റെ അമ്മയുടെ തായ്മാമനാണ്. അപ്പോൾ விஜயோட மாமன். விஜயோட மாமன். அதாவது சொல்லலாம் நிறைய சொல்லலாம். நல்லபடியாக இந்த சஷ்டி பூர்த்தி நிகழ்ச்சி நிறைவு பெற்றது கேட்டீங்களா? இந்த கோயிலுக்கு வந்து எல்லாரோட பெரியவங்க ஆசீர்வாதத்தால் நல்லபடியாக முடிஞ்சுது. സത്യം நீங்கள் வந்து ரொம்ப சந்தோஷமாக இருக்குது. ഗുരുസ്വാമിയാണ്. എല്ലാ വർഷവും കറക്റ്റായിട്ട് ശബരിമലയിൽ പോകും. പേര് ശിവസുബ്രഹ്മണ്യാണ് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നത് ഗുരുസ്വാമി എന്ന്. ശിവസുബ്രഹ്മണ്യം ഞങ്ങൾ വിളിക്കുന്നത് മണിത്താത്ത. മണിത്താത്ത. പഴയ പേര് കത്തിത്താത്തയാണ്. കത്തിത്താത്ത. കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്, ഗുണ്ടയാണ്. ഇപ്പൊ കത്തറക്ക് ആവില്ല, ഇപ്പൊ മാറിയിട്ട് കയ്യിലൊരു കത്തിയും പേനയും കാണും.
അപ്പോൾ അത് വെച്ച് നമ്മൾ ചീപ്പാണല്ലേ கத்தியல்ல சீப்பை பார்த்தோன்னா கத்திம்பா. ஓகே ஓகே. இதெல்லாம் ஒரு கேரளத்திலிருந்து ஒரு மலையாளி வந்து தமிழ்நாட்டில் வந்து நல்லபடியாக சஷ்டி பூர்த்தி நிகழ்ச்சி நடத்தியாச்சு. முருகர் சன்னதியில் பெரியவங்களோட ஆசீர்வாதத்தால் வாழ்க வாழ்க வளமுடன். സത്യം പറഞ്ഞ കല്യാണം വന്നിട്ട് 9:30 മണിക്കാണ് പറഞ്ഞത്. ഇവർ വന്നേക്കണത് 12 മണിക്ക്. இதுக்கு நாங்கள் பழகி பழி வாங்கித்தான் தீருவோம். உங்களுக்கு நாளைக்கு அடுத்த வருஷம் 60 கல்யாணம் தானே? അടുത്ത വർഷം നമുക്ക് 60 സംഭവം ഇവർക്ക് 58 വയസ്സായി. ചോദിച്ചാൽ 40 പറയാണ് ഇപ്പോഴും. 25 ശരി ഓക്കെ സൂപ്പറാ വന്നിരിക്കാം പരവായില്ല. ഓക്കെ അങ്ങനെ വണ്ടി പുറപ്പെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിക്കകത്ത് എല്ലാവരും കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ആരും മിസ്സായില്ലല്ലോ? ആരെയും മിസ്സായും പറയണം. ആര്? എക്സ്ട്രാ ഒരാൾ കയറിയല്ലേ? മണിത്താത്ത. ഓക്കെ സുഭാഷ് എന്താ പറയുന്നത്? ആദ്യം ലീവ് എടുക്കാൻ പറഞ്ഞപ്പോൾ എന്ത് പ്രശ്നം എന്നല്ല, എനിക്ക് ലീവ് കിട്ടൂല, ഞാൻ കാര്യം ചെയ്യും, ജോലിക്ക് പോയിട്ട് നേരം അങ്ങോട്ട് വരാം. ഇന്നലെ നല്ല വഴക്കായിരുന്നു. വഴക്ക് കൊടുത്തപ്പോൾ ജോലി പോകണമെങ്കിൽ പോട്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. പിന്നെ ദയവേത് ആരും പേടിക്കില്ല ജോലി പോകുന്ന കാര്യത്തിലൊക്കെ. നമുക്ക് ആ ലീവ് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക, ഒരു തെറ്റുമില്ല. അഗൈൻ നമ്മൾ ഉടുപ്പി ഹോട്ടൽ എത്തിയിട്ടുണ്ട്. ഉടുപ്പി ഇന്റർനാഷണൽ റെസ്റ്റോറൻറ്റ്. ஓகே சாப்பாடெல்லாம் அடிச்சு கழிஞ்சு அதான் சாப்பிட்டதில்ல. சாயங்காலம் வந்தா அங்கே பிரியாணி இருக்கும். வராம். இனி ஒரு வருஷம் வரோம். கேக் கட் பண்ண போகிறோம் சாயங்காலம். கேக்கெல்லாம் கட் பண்ணி விളിച്ചിട്ട് வரல வேண்டது வரும். இனி ஒரு வருஷம் வரும். பெட்ரோல் ஒரு வருஷம் வரும். வீசி முறுக்கி விடுங்க. அப்படி விரும்மாண்டி கமலாசன் பண்ணும் സമയത്ത് കല്യാണത്തിൽ വന്നില്ല, വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞില്ല. ഇത് ശരിയാവില്ല. അമ്മ ക്യാമറ ആണായിരിക്കും അതാ ചൊല്ലാമ കാശ് പേസങ്ങ എന്നാലും കാണിച്ച് മോശമായിപ്പെട്ടോ. ആ കാണിച്ച് വിഷമമുണ്ട്. ശരി കുഴപ്പമില്ല. അമ്മ മാമ തന്നെ വേറെ ബിസിയാർക്കും എന്നെ പണ മുടിയും. അപ്പോൾ അങ്ങനെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാജാമ്മയും മണിത്താത്ത പിന്നെ കുട്ടിയത്തെ എല്ലാം ഒരുമിച്ച് കാറിൽ പോവുകയാണ് നാട്ടിലോട്ട്. കേട്ടാ ബൈ. ഒരു 10 പ്രാവശ്യം ചാറ്റാ പറഞ്ഞു, പക്ഷെ നമ്മൾ പോവില്ല, ഇവിടെ നിൽക്കും വെയിലത്ത്. അതാ சொன்ன ടെമ്പോ ട്രാവൽ ഇടം இருக்கு, உள்ளே உட்காருங்க, വീട്ടിൽ പോയിട്ട് പോകാം. ഓ ഭയങ്കര വീട് വല്ലപ്പോഴും പോലെ ഫംഗ്ഷൻ ഉണ്ടാവണം. ആ സമയത്ത് ആർക്കും വരാൻ വയ്യ. പറഞ്ഞത് ഓക്കെ എല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോകുന്ന അത്ര തന്നെ. കിച്ചു പോകാല്ലോ വീട്ടിലോട്ട്. കിച്ചു കാത്തിരിക്കാൻ കേക്ക് കട്ടിയാൻ വേണ്ടി. സുമേഷ് ബാക്കിയിരിക്കല്ലേ? ഓക്കെ പയ്യെ മണ്ട ഫ്രണ്ടിക്കാം അല്ലേ? നല്ല ബോഡി ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇതുപോലെ ഇരിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ മണിപ്പോൾ കറക്റ്റ് 1:30 മണിയായിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പം പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോകുന്ന ട്രിവാൻഡ്രം വീട്ടിലോട്ടാണ്. മാമ ഫുഡ് കഴിച്ചാ? നേരെ പറഞ്ഞല്ലോ എന്നോട് ഫുഡ് കുഴപ്പമില്ലല്ലേ? പായസം ഭയങ്കര മധുരമായിപ്പോ അല്ലേ? പായസം ഭയങ്കര മധുരം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കറികൾ കുറവാണ്, വലിയ കുഴപ്പമില്ല, ആവറേജ് ഊണ് ശരിയില്ല. പക്ഷെ ഇവിടെയൊക്കെ ഊണല്ല മെയിൻ, കാപ്പിയാണ്. ഇഡലി സാമ്പാർ പൂരിയൊക്കെയാണ് സൂപ്പർ ടേസ്റ്റ്. ഊണൊക്കെ ആവറേജാണ്. ഓക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നാക്കി മണികൊണ്ട് ഓക്കെ ആണല്ലേ? അപ്പോൾ ഛർദ്ദിച്ചാരൊക്കെ വൈശു കൺമണി കിച്ചു ഛർദ്ദിച്ചാ? കിച്ചു ജയിച്ച് അയ്യോട് വളരെ കേട്ടോ. ഇങ്ങനെ വയ്ക്കണ്ട കേട്ടോ. അപ്പോൾ ട്രിപ്പ് പോലെ ലോങ്ങല്ല. ഒരു ബായ് പറ കേട്ടാ. ബൈ ഇനി വിളിക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും. ഓക്കെ എന്നാൽ ശരി എന്നാൽ. വണ്ടി കൊള്ളാല്ലേ? സൂപ്പർ അല്ലേ?
കാറിന് 12 സീറ്റ് ഉണ്ട് വണ്ടിയിൽ. സുഖമായിട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് കിട്ടും അടിപൊളിയായിരുന്നു അല്ലേ? இந்த வீட்டு மூத்த மருமகளாக்கும் ஆரதி எடுக்க போறாங்க. ஆரதி வந்து மருமகளே மருமகளே வா வா. കൺമണി എന്തോ എവിടെ പോകണം? എല്ലാം കഴിഞ്ഞ് ട്രിപ്പില്ല. വീട്ടിൽ പോ. ഷൂ പോടണമാ. ആണി ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. ഇനി ഡാൻസ് ഉണ്ട്. ഇപ്പൊ ഡാൻസ് ഉണ്ട്. DJ ഡാൻസ്, മ്യൂസിക് വിത്ത് മസിൽ ഷോ. അതൊന്നും പറ്റില്ല. ഞാൻ ഫോമിൽ നിൽക്കുകയാണ്. DISCO. ഞാൻ ഇപ്പോൾ ഫോമിൽ നിൽക്കുകയാണ്. കളിച്ചേ പറ്റൂ. നീ കളിക്കോ? ആ DISCO. കുറച്ച് മുമ്പ് വരെ വൈശു അല്ലായിരുന്നു അല്ലേ? വേറെ ആരോ ആയിരുന്നു. ഛർദിച്ചങ്ങ് ക്ഷീണിച്ച്. ഇപ്പൊ ഓക്കെ ആയല്ലോ. അപ്പൊ എന്താടിയാ ടോയ്സ് ഒന്നും ഇല്ല. ഇതാ ടോയ്സ് ഗത. ചുമ്മാ വേളം അടിക്കും. ഗതം കേട്ടിയാ എനിക്കും കരയാൻ അറിയാം. മണി 6:45. അയ്യോ കറക്റ്റ് 7:45 ക്യാമറ കൊടുക്കണം. അപ്പോൾ ഇത് നമ്മളെ ഇന്നത്തെ വ്ളോഗിന് ക്ലൈമാക്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും ഒന്ന് ലൈഫ് അടിച്ച് പൊളിക്കാൻ കാര്യം പറഞ്ഞിട്ട് എൻ്റെ ചെയ്യാം അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ട് ഫസ്റ്റ് ആദ്യം റെഡി ആക്കണം. കേക്ക് കട്ട് ചെയ്യാൻ മേശ വേണം. മേശ ആദ്യം ക്ലീൻ ചെയ്യണം. അപ്പോൾ ക്വിക്ക്. ഇതാരെ ബാഗ്? ഹാൻഡ് ബാഗ്. പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം. അത്തേരെ ബാഗാ? ഹാൻഡ് ബാഗ് ആര് അത്തേരാണ്? ആ ഒരു മിനിറ്റ്, ഒരു സംഭവം കാണിക്കാൻ വിട്ടുപോയി. രാവിലെ ഷഷ്ടിപൂർത്തി സമയത്ത് താലി കാണിച്ചില്ലല്ലേ? നമ്മൾ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് താലി അല്ലേ? ഓക്കെ സൂപ്പറായി. അപ്പോൾ എല്ലാവരും എത്തിയാ? അപ്പം അത്ത എത്തിയിട്ടുണ്ട്. വാണിരമ്മ. മാമ വന്നില്ലേ? പോയാ? അപ്പോൾ മാമന് ബിസിയാണെന്ന് പറഞ്ഞ് മാമ ഓട്ടം പോയി. കുഴപ്പമില്ല, രാവിലെ വന്നല്ലോ, അതിന് വലിയ കാര്യമല്ലേ? പക്ഷെ ഇറങ്ങിയാ അമ്മയും മോൾ ഒരേ ഡ്രസ്സ്, ഞാൻ മാത്രം വേറെ കളർ. അതെന്ത് ന്യായം? ആ സൂപ്പറായിരുന്നു, ക്യൂട്ടായി. ഏയ് കൺമണി സൂപ്പറായിരുന്നു ഡ്രസ്സ്. അപ്പോൾ ഇത് സൗമ്യയുടെ അമ്മയാണ്. ഒരു ഹായ് പറ. അവിടെ സൗമ്യ, മദിനിയാർ, ചേട്ടത്തി എന്ന് പല പേരുകൾ അറിയപ്പെടുന്ന ഒരു മഹാറാണിയാണ് അല്ലേ? വെള്ളയാണ് കീഴടക്കി വാഴുന്ന വീഡിയോ. അപ്പോൾ ഇത് എൻ്റെ അത്തയാണ്, എൻ്റെ അപ്പയുടെ ചേച്ചി അക്ക. വീഡിയോ അല്ലേ, വ്ളോഗില്. ഒരു ഹായ് ചൊല്ലേ, ഒരു ഹായ് ചൊല്ല്. സത്യം പറഞ്ഞാൽ അത്തയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു ഷഷ്ടിപൂർത്തിക്ക് രാവിലെ. പക്ഷേ അത്തയുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് ഇപ്പം അധികം ട്രാവൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അത്ത വൈകിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ വൈകിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇവരെങ്ങനെ പറയാം, BTS അല്ലേ ഉണ്ടല്ലോ, ഒരു ലുക്ക് ഉണ്ടാകാം. നമ്മളെ ഇന്ത്യൻ ലുക്ക് അല്ല പുള്ളിക്കാരന്, ചൈനീസ് ഉണ്ടല്ലേ. ഇപ്പോൾ അതല്ലേ മ്യൂസിക്കെല്ലാം പഠിച്ച് അങ്ങ് പോ, സെറ്റിലാവും. ഇവിടെ നിൽക്കണ്ട, ഇവിടെ ജോലിയൊന്നും ഇല്ല കേരളത്ത്. കായല്ലോ ഇപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ബാഗി പാൻറ്. എന്ത് പാൻറ് ഇത്? സ്ട്രൈറ്റ് ഫിറ്റാ? ഓക്കെ, പാവാട പോലെ അല്ലേ? സ്ട്രൈറ്റ് ഫിറ്റ്. മറ്റേ പാവാട മറ്റേ അല്ലേ? നിനക്കാണ് പാവാട ടൈപ്പ് അല്ലേ? അപ്പം പറയണ്ടേ, പറ വ്ളോഗിനകത്ത് ഇങ്ങനെയാണ് LAPG പട്ടൊക്കെ നിൽക്കണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു ഗായകനുണ്ട്, മഹേഷ് അണ്ണൻ. അതായത് എൻ്റെ മാമിയുടെ മോനാണ് പുള്ളിക്കാരൻ ഭയങ്കര പാട്ട് പാടുന്ന ആളാണ്, സംഗീതത്തിന് ഇഷ്ടപ്പെടുന്ന ആളാണ്. എവിടെ പോയാലും 4 വരി പാടും അല്ലേ? പഠിച്ചിട്ടില്ല, ചുമ്മാ ചുമ്മാ പാടുന്ന ആളാണ്. ഇതാണ് ഷഷ്ടിപൂർത്തി, മാമനും മാമിയും. അപ്പോൾ എൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് സുധീഷിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മാമനും മാമിയാണ്. അപ്പോൾ അത് അടിച്ച് പൊളിക്കുകയാണ് ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പയുടെ അമ്മ ഷഷ്ടിപൂർത്തി ആയിട്ട് ഒരു 4 വരി പാടാൻ പോവുകയാണ്. ഇഷ്ടമുള്ള പാട്ട് പാടണം, അറിയാവുന്ന പാട്ട് പാടിയാൽ മതി. അങ്ങോട്ട് വാ, ഇവിടെ ബഹളം ഭയങ്കര. സംഗീതമേഘം തേൻ സിന്തും നേരം, ആകായം പൂക്കൾ തൂവും കാലം, നാളെ എൻ ഗീതമേ എങ്കും ഊലാവുമേ, നാളെ എൻ ഗീതമേ എങ്കും ഊലാവുമേ, എങ്കും വിഴാവിൽ വാഴ്വിലേ സംഗീതമേഘം തേൻ സിന്തും നേരം, ആകായം പൂക്കൾ തൂവും കാലം. സൂപ്പറാണ്, അടിപൊളി. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവം ആയിട്ടുണ്ട്. എല്ലാവരും പരിചയപ്പെടുത്തില്ലോ അല്ലേ? എല്ലാവരും കാണിച്ചല്ലോ. അപ്പോൾ ഇനി ലാസ്റ്റ് ചടങ്ങായി മഹേഷ് കാണിച്ചില്ല അല്ലേ? മഹേഷേ എന്ത് പറ. സുഖം. രാവിലെ വന്നില്ലല്ലോ, ജോലിക്ക് പോകണം. ജോലി ലീവ് കിട്ടൂലോ? കൊള്ളാം, സോറി ഒന്നുമില്ല. മുകേഷ് പറയില്ലേ? ശരി, ഓക്കെ. ഇപ്പൊ ഒരു പ്രാവശ്യം ക്ഷമിച്ച് ഇവിടെയാണ്. ഓക്കെ, വരണം, വന്ന് നിൽക്കണം. ശരി, അപ്പൊ കേക്കട്ടെ.
ഓക്കെ കേക്ക് കട്ട് ചെയ്തോ. ഇന്ന് അപ്പടെ പിറന്നാളാണ്, അതേ സമയത്ത് ഷഷ്ടിപൂർത്തിയാണ്. അപ്പോൾ എങ്ങനെയാ പാടായി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ഷഷ്ടിപൂർത്തി അപ്പ അമ്മ, ഹാപ്പി ഷഷ്ടിപൂർത്തി അപ്പ അമ്മ. ഷുഗറുള്ള ആളാണ്, കുറച്ചെടുത്താൽ മതി. ഓക്കെ, ഇച്ച് നോക്കിക്കാം കേട്ടാ ഞാൻ വേണ്ടിയിട്ട്. ആ പൊളി പൊളി, അത്രേ ഉള്ളോ? സൂപ്പർ സൂപ്പർ. അങ്ങനെ സൗണ്ട് വരുമ്പോഴേ രസമുള്ളൂ. അങ്ങനെ ഉണ്ടാച്ചോടാ, നാളെ കാണാനില്ല. പയ്യെ പയ്യെ അയച്ചോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങ് കഴിച്ചുകൊണ്ട് ഇനി കേക്ക് തിന്നാലോ അല്ലേ? എല്ലാം കൊതിവിട്ടൊക്കെയാണല്ലേ. ആക്രാന്തം കാണിക്കാൻ പാടില്ല കേട്ടല്ലോ. ഇവിടെ സംഭവം എന്താ, മത്സരമാണ്. അവന് വലിയ കേക്കുണ്ടല്ലോ, എനിക്ക് ചെറിയ കേക്കാണല്ലോ. അപ്പോൾ ഓക്കെ, വ്ളോഗ് എത്തിയ സമയം ഇനി കുറേ കാണിച്ച് കഴിഞ്ഞാൽ ലാഗിങ് ആയിപ്പോൾ, അതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ കാപ്പി കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൂപ്പറാണല്ലോ ഷഷ്ടിപൂർത്തി, അടിച്ച് പൊളിച്ചല്ലോ, വേറെ ഒരു കുറവൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഇപ്പം പറയണം? ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ ഫ്രെയിമിലോ? പിന്നെ ഇവിടെ നിന്ന് കരുന്നില്ലേ? കേക്ക് നിൽക്കുന്നൊക്കെ കേക്ക് തിന്നാൻ വാ. അയ്യോ അയ്യോ കഷ്ടം. അപ്പോൾ ഡയലോഗ് പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റി അടിക്കോ, നെക്സ്റ്റ് എപ്പിലോട്ട് മൂവ് ഓൺ ആകുമോ, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കോ. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടക്ക് നിൽക്കണം. ഓക്കെ.